കഴിഞ്ഞ ദിവസം ഞാൻ എ കാറ്റഗറിന്റെ അകത്ത് ഡിവിഷൻ ബാഡ്ജ് എങ്ങനെ അടിക്കാന്നുള്ളതിന്റെ ഒരു ട്രിക്ക് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോന്റെ അകത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ആരെങ്കിലും പ്ലെയർ ടു പ്ലെയറിന്റെ അകത്ത് ഡിവിഷൻ ബാഡ്ജ് അടിക്കാൻ വല്ല ടിപ്സും വേണമെങ്കിൽ പറഞ്ഞുതരാം. ട്രിക്ക് അല്ല കേട്ടോ, വല്ല ടിപ്സും വേണമെങ്കിൽ പറഞ്ഞുതരാം. അപ്പൊ ഒരുപാട് പേര് DM ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇത് എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിലെ മെയിൻ ടിപ്പ് ഈ വീഡിയോന്റെ ലാസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങൾ എന്റെ സ്കോഡ് ഒന്ന് കാണാം, ഞാൻ അവിടെ കൊടുക്കാം. ഈ സ്ക്വാഡ് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ അകത്ത് റുമ്മി, ബെയില്, തുറാം അങ്ങനത്തെ വലിയ പ്ലേയേഴ്സോ അങ്ങനെ ഒന്നുമില്ല. ഇതിന്റെ അകത്ത് അധികം നമുക്ക് കൊനാമി ഫ്രീ ആയിട്ട് തന്ന പ്ലേയേഴ്സ് തന്നെ ഉള്ളത്. ഇങ്ങനത്തെ ഒരു സ്ക്വാഡ് വെച്ചും നിങ്ങൾക്ക് ഡിവിഷൻ 1 ബാഡ്ജ് അടിക്കാൻ പറ്റും എന്നാണ് ഞാൻ ഇതിലൂടെ കാണിച്ചത്. ഞാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ അടിപൊളി പ്ലെയറോ അങ്ങനെ ഒന്നല്ല, ഒരു സാധാരണ ഒരു പ്ലെയർ ആണ്. എന്നെ പോലെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരുപാട് സമയം ഡിവിഷൻ 1 ബാഡ്ജ് അടിക്കാൻ വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ കാണുന്നത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ ഞാൻ ഒന്നാമത്തെ ടിപ്പ് പറഞ്ഞുതരാം. നമ്മൾ എപ്പോഴും നല്ല ഹൈ സ്പീഡും സ്റ്റേബിളും ആയിട്ടുള്ള ഇന്റർനെറ്റ് ഉള്ളപ്പോൾ മാത്രം ഗെയിം കളിക്കുക. ടിപ്പ് നമ്പർ 1 അതാണ്. ടിപ്പ് നമ്പർ 2 എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എപ്പോഴും ഡിവിഷനിൽ കോമ്പീറ്റ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡിവിഷൻ മാച്ചിന്റെ ടൈം പീരീഡ് അവസാനിക്കുന്ന ലാസ്റ്റ് വീക്കിലൊക്കെ നമ്മളിത് തുടങ്ങിയാൽ മതിയാവും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്കത്തിലേ നമ്മൾ ഇതിലോട്ട് കോമ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തുടക്കത്തിൽ നല്ല കിടിലം പ്ലേയേഴ്സും നല്ല സ്കോഡും നല്ല കളിക്കാൻ അറിയുന്ന പ്ലേയേഴ്സ് ഉള്ള ടൈം ആയിരിക്കും. അപ്പൊ നമുക്ക് കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തോക്കാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും. ലാസ്റ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഈ പ്രശ്നമില്ല. നമുക്ക് സുഖമായിട്ട് ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഡിവിഷൻ 3 അടിക്കാം, അത് കഴിഞ്ഞ് 2 അടിക്കാൻ സുഖമായിട്ട് നമുക്ക് പറ്റും. എന്റെ മാനേജർ റോബർട്ടോ മാർട്ടിനസ് ആണ്. 89 ലോങ് ബോൾ കൗണ്ടർ ഉള്ള മാനേജറാണ് പുള്ളിക്കാരന്. പ്രത്യേകിച്ച് ലിങ്ക് പ്ലേയോ അങ്ങനെ ഒന്നുമില്ല. ഈ ഡിവിഷനിലേക്ക് വരുമ്പോൾ എപ്പോഴും ലോങ് ബോൾ കൗണ്ടർ കളിക്കുന്നവർക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്, അത് സത്യമാണ്. നിങ്ങൾക്ക് QC ഒപ്പോസിഷനോ അങ്ങനെ ഏതെങ്കിലും കൃത്യമായിട്ട് നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. നമ്മൾ അത്യാവശ്യം ഡിഫൻസും അറ്റാക്കും ഒരുപോലെ കിട്ടുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അത് വെച്ച് മുന്നോട്ട് പോകാം. ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് പ്ലേയേഴ്സ് ഉണ്ട്, എൽഹാജിനെ പോലുള്ള കുറച്ച് പ്ലേയേഴ്സ് നല്ല പെർഫോമൻസ് നമുക്ക് ഡിവിഷൻ മാച്ചിലേക്ക് വരുമ്പോൾ തരുന്നുണ്ട്. നമ്മൾ സബ്ബൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നല്ല അഡ്വാൻറ്റേജ് കിട്ടും, നല്ല കളി കളിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മുള്ളിക്കാരൻ ഫോമിലാണ്. ആ ഫോമിന്റെ കാര്യം പറഞ്ഞാൽ നമ്മുടെ പ്ലേയേഴ്സ് ഫോമിലാണെന്നുണ്ടെങ്കിൽ നല്ല ഔട്ട്പുട്ട് തരും. ഫോമിലില്ലാത്ത പ്ലേയേഴ്സിനെ ഒന്ന് മാറ്റി കൊടുക്കുന്നത് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് തരുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ലാസ്റ്റിലേക്കാണല്ലോ ഡിവിഷൻ മാച്ച് കളിക്കാൻ തുടങ്ങണമെന്ന് പറഞ്ഞത്. നമ്മൾ ഓരോ ദിവസം കൃത്യമായിട്ടൊരു പോയിന്റ് വെക്കുക. ഇപ്പം ഇന്ന ദിവസം 1600 ആണെങ്കിൽ നെക്സ്റ്റ് ദിവസം 1650, അല്ലെങ്കിൽ നെക്സ്റ്റ് ദിവസം 1700, നെക്സ്റ്റ് ദിവസം 1730, അങ്ങനെ ടാർഗറ്റ് വെച്ചിട്ട് ആ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ നോക്കാം. നമ്മൾ ഒരുപാട് ടൈം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വേറൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് ഞാൻ ലാസ്റ്റ് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രേഡ് ഒക്കെ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും എന്താണ് റിവെഞ്ച് ട്രേഡിങ് എന്ന്. അതേമാതിരി തന്നെ ഇതിന്റെ അകത്തുണ്ട്. നമ്മളിപ്പോൾ ഇതിന്റെ അകത്ത് കളിക്കുമ്പോൾ തോറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആവും. മെന്റലി ഫ്രസ്ട്രേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായാലും ജയിക്കില്ല. നമ്മൾ 2 കളിയൊക്കെ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദിവസം കളിക്കാണ്ടിരിക്കുക, പിറ്റേ ദിവസം കളിക്കുക. നമ്മുടെ മൈൻഡ് ശരിയല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മര്യാദയ്ക്ക് കളിക്കാൻ പറ്റില്ല. ആ പോയിന്റ് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. നിങ്ങൾക്ക് ഇതിന്റെ ഫോർമേഷനെ കുറിച്ചോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഇൻസ്ട്രക്ഷൻ എന്താണ് ഞാൻ കൊടുത്തതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. വീഡിയോന്റെ ലെങ്ത് നല്ലോണം കൂടുന്നതുകൊണ്ടാണ് കേട്ടോ.